അരിതമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നേരെ ശ്രദ്ധിച്ചോ. 7 ടേംസിന്റെ സമ്മ് 140 തന്നിട്ടുണ്ട്. ഈ 7 എന്നുള്ളത് ഓഡാണോ ഈവൻ ആണോ? 7 എന്നുള്ളത് ഓഡാണോ ഈവൻ ആണോ? ഓഡാണ്, ഓഡാണ്. ഇനി ഇവിടെ 8 എന്നുള്ളത് ഓഡാണോ ഈവൻ ആണോ? ഈവൻ. സോ ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ ഓടും കയറ്റിയിട്ടുണ്ട്, ഈവനും കയറ്റിയിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യന്റെ അടിയിൽ ഓടും ഈവനും കയറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇവിടെ സിമ്പിൾ ആണ്, ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആണ്. 7 ടേംസിന്റെ സമ്മ് തന്നിട്ട് ഈ 7 എണ്ണത്തിന്റെ കൈ എങ്ങനെ പിടിച്ചു നോക്കുക. 7 എണ്ണത്തിന്റെ മിഡിലുള്ളത് എത്രാമത്തെ ടേമാ? 4ാമത്തെ ടേമാണ്. സോ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയ മതി. 7ന്റെ കൂടെ 1 കൂട്ടുക 8. 8ന്റെ പകുതി ആയിരിക്കും ക്വസ്റ്റ്യൻ എങ്കിൽ മിഡിൽ ടേം ആണ്. ഇവിടെ തന്ന നമ്പറിന്റെ കൂടെ 1 കൂട്ടിയിട്ടേ, തന്ന നമ്പർ 7 ആണ്, 7ന്റെ കൂടെ 1 കൂട്ടിയാൽ എത്ര? 8. അതിന്റെ പകുതിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ ഉറപ്പിച്ചോളൂ ഇത് മിഡിൽ ടേം ആണ്. ഇവിടെ ആക്ച്വലി 4th ടേം ആണ് കാണുന്നെങ്കിലും നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് മിഡിൽ ടേം ആണ് എന്നാ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ നിങ്ങൾക്ക് അറിയണം മിഡിൽ ടേം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് മിഡിൽ ടേം കാണാനുള്ള ഇക്വേഷൻ? മിഡിൽ ടേം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? സം ഓഫ് ടേംസ് ബൈ നമ്പർ ഓഫ് ടേംസ്. എന്താണ് ഇക്വേഷൻ? സം ഓഫ് ടേംസ് ബൈ നമ്പർ ഓഫ് ടേംസ് എന്നതാണ് ഇക്വേഷൻ. സം ഓഫ് ടേംസ് ബൈ നമ്പർ ഓഫ് ടേംസ് എന്നതാണ് മിഡിൽ ടേം കാണാനുള്ള ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? സം ഓഫ് ടേംസ്. സം ഇവിടെ തന്നിട്ടുണ്ട് 140. സോ സം ഓഫ് ടേംസ് ഇല്ലോടത്ത് 140 എന്ന് എഴുതുക. നമ്പർ ഓഫ് ടേംസ് എന്നുള്ളടത്ത് എത്ര ടേംസിന്റെ ആണ്? 7. വെരി സിമ്പിൾ ആണ്. 140നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്ര? 140/7 എത്ര? 140/7 2 അല്ലെ? പിന്നെ ഒരു 0 ഉണ്ട്. സോ വെരി സിമ്പിൾ ആയിട്ട് ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ കുറെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ബി ക്വസ്റ്റ്യൻ ആണ് അടുത്തത് ചെയ്യുന്നത്. ബി ക്വസ്റ്റ്യൻ ഈവന്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും എന്റെ കുട്ടികൾ ഇതാണ് ചെയ്യേണ്ട സിമ്പിൾ ട്രിക്ക്. ഈവന്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതിൽ ആദ്യത്തെ ടേം എഴുതുക, അവസാനത്തെ ടേം എഴുതുക. 8 ആണെങ്കിൽ ആദ്യത്തെ x1, അവസാനത്തതോ x8. ഈവന്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആദ്യത്തെ അവസാനത്തെ എഴുതുക. ഇത് കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. പെയർ സം കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? സം ബൈ നമ്പർ ഓഫ് പെയേഴ്സ്. എന്താണ് ഇക്വേഷൻ? ഈവന്റെ ഇക്വേഷൻ ഇതാണ്, ഓഡിന്റെ ഇക്വേഷൻ വേറെയാണ്. ഈവന്റെ ഇക്വേഷൻ കണ്ടോ, ഓഡിന്റെ ഇക്വേഷൻ ഇതാണ്, ഇതാണ് ഓഡിന്റെ ഇക്വേഷൻ. ഇതെന്തിന്റെ ഇക്വേഷൻ ആണ്? ഇതെന്തിന്റെ ഇക്വേഷൻ ആണ്? ഈവന്റെ ഇക്വേഷൻ എന്താണ്? സം ബൈ നമ്പർ ഓഫ് പെയേഴ്സ്. സം എത്രയാണ്? 180. 8 ആൾക്കാർ ഇങ്ങനെ നമ്മുടെ പാർക്കില് അവിടെ താഴെ പാർക്കില്ലേ, അതിൽ 8 ആൾക്കാർ ഇരിക്കണം. ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ടാവും. എത്ര പെയേഴ്സ് ഉണ്ടാവും അവിടെ? 8 ബോയ്സും ഗേൾസും കൂടി ആ പാർക്കിൽ പോയി എത്ര പെയേഴ്സ് ഉണ്ടാവും? 4 പെയേഴ്സ് ആണ് ഉണ്ടാവുക. ക്ലിയർ ആണോ? ഒന്നുമില്ല. പെയേഴ്സ് എന്ന് ചോദിച്ചാൽ ഇവിടെ എത്ര വരുന്നുണ്ട് അതിന്റെ നേരെ ഹാഫ് എഴുതിയാൽ മതി. വേഗം പറഞ്ഞാൽ 150നെ 4 ഡിവൈഡ് ചെയ്ത ആൻസർ എത്രയാണ്? 45 എന്ന് കിട്ടും. പക്ഷെ ഇതൊന്നല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 5th ടേം എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? 5th ടേം. അപ്പൊ ഇവിടെ നമ്മൾ മാല കണക്കാണ് ചെയ്യേണ്ടത്. കണ്ടോ, ഈ മാല 9 ആണ്, ഈ മാല 9 ആണ് അല്ലേ? സോ ഇതേ മാല കിട്ടുന്ന ഒരാളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ 2 മാലകളും സെയിം ആയിരിക്കും. ഞാൻ മുമ്പ് ക്ലാസ് എടുത്തതാണ്, മാല ഇങ്ങനെ വരച്ചു നോക്കിയിട്ട് ആ മാല സെയിം ആയിരിക്കും എന്നിട്ട്. സോ ഞാനിവിടെ നമുക്ക് തന്നത് നമ്മളിവിടെ 4th ടേം ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 4th ഇവിടെ എഴുതി. ഏതാ കാണണ്ട്? 5th.
ഇവര് സെയിം മാലയാണോ? ആണോ? സെയിം മാലകൾ എന്തായിരിക്കും? സെയിം ആൻസർ ആയിരിക്കും. ക്ലിയർ ആണോ? മാല ഇങ്ങനെ സെയിം വരുന്നത് ആൻസറുകൾ സെയിം ആയിരിക്കും. റെഡി അല്ലേ? ഇവിടെ ഫോർത്ത് നിലോടത്ത് എന്താ കൊടുക്കണ്ടേ? ഫോർത്ത് നിലോടത്ത് എന്താ കൊടുക്കണ്ടേ? 20. ഫിഫ്ത്ത് നിലോടത്ത് ഒന്നും കൊടുക്കണ്ട. ഫിഫ്ത്ത് നിലോടത്ത് ഒന്നും കൊടുക്കണ്ട. ആ ഫിഫ്ത്ത് ആണെന്ന് കാണുന്നുണ്ട്. ഇതിനെങ്ങനെ ഫിഫ്ത്ത് കാണുക? ഫിഫ്ത്ത് എങ്ങനെ കാണുക? 45 മൈനസ് 20 എത്ര? 45 മൈനസ് 20 എത്രയാണ്? 25. വെരി സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. അടുത്ത ഇതിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. 10 ടേംസിന്റെ സം വെച്ചാൽ എന്റെ കുട്ടികൾ ഒന്നും നോക്കണ്ട. എപ്പോ നിങ്ങളോട് 10 ടേംസിന്റെ സം വെച്ചാലും നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. S10 എന്ന് എഴുതുക. 10 ടേംസിന്റെ സം ആണെങ്കിൽ S10 എന്ന് എഴുതുക. 10/2 എന്ന് എഴുതുക. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് എഴുതുക. ഏത് ക്വസ്റ്റ്യൻ ഇവിടെ 20 ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കുക? 20 ടേംസിന്റെ സം ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കുക? S20 is equal to 20/2 into x1 plus x20. റെഡി അല്ലേ? 50 ടേംസിന്റെ സം വെച്ച് എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കുക? S50 is equal to 50/2 into യെസ്. ഇവിടെ 11 കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോന്നാ നോക്കണ്ടത്. ഇതിൽ 11 കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും നമുക്ക് അറിയുന്ന സാധനങ്ങൾ മൊത്തം ഞാൻ ഇവിടെ എഴുതി വെക്കുകയാണ്. x4 നമുക്കറിയാം 20. x5 അറിയാം എത്ര? x5 അറിയാം എത്ര? 25. ഈ x6 നമ്മൾ വെറുതെ പറഞ്ഞ 20 25 x6 എത്ര തരം? 30. 11 കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത് രണ്ടും കൂട്ടിയ 11 കിട്ടൂലേ? ഇത് രണ്ടും കൂട്ടിയ 11 കിട്ടൂലേ? സോ 10/2 ഞാൻ 5 എന്ന് എഴുതി. ഇതിന് പകരം x5 പ്ലസ് x6 എന്ന് എഴുതുകയാണ് വേണ്ടത്. കണ്ടോ? ഇതും 11 അല്ലേ? 11 വരുന്നതൊക്കെ സമ്മ 11 ആണോ വരുന്നത്? 11 വരുന്നത് സമ്മളൊക്കെ സെയിം അല്ലേ? അല്ലേ? x5 x6 ഇവിടെ എത്ര കിട്ടി? x5 എത്ര കിട്ടിയത്? 25 അല്ലേ? x5 25 അല്ലേ? അല്ലേ? x6 എത്രയാണ്? 30. സോ 25 പ്ലസ് 30. വേഗം ചെയ്ത് വേഗം ആൻസർ കണ്ടുപിടിക്കുക. 5 പ്ലസ് എത്ര കിട്ടുക? 55. 5 × 55 എത്ര കിട്ടുക? 275 എന്ന് കിട്ടും. ഈ ക്വസ്റ്റ്യൻ പഠിക്കൽ നിർബന്ധമാണ്. എക്സാമിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇത്. പെട്ടെന്ന് പറയുമ്പോൾ ഒരു വട്ടം പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് അടുത്ത ആൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ പഠിക്കും. സ്റ്റാർട്ട്.